സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ലോങ് വർക്ക് പീസ്? വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ലോങ് വർക്ക് പീസ്? നീളമുള്ള ലോങ് വർക്ക് പീസ്. ഇപ്പം ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് ചോദിച്ചൊരു ചോദ്യമാണ് ലെയ്ത്തുമായി ബന്ധപ്പെട്ട്. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ സി കാരേജ്, ഓപ്ഷൻ ഡി ടൂൾ പോസ്റ്റ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെസ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ലോങ് ആയിട്ടുള്ള വർക്ക് പീസ് ആൾക്കാണ് നമുക്ക് ഇത്തരത്തിൽ രണ്ട് ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബിറ്റ്വീൻ ദ സെന്റേഴ്സ്, ബിറ്റ്വീൻ ദ സെന്റേഴ്സ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സെന്റർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സെന്ററുകളാണ്. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് തന്നെയാണ്. ടെയിൽ സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ നീളമുള്ള വർക്ക് പീസുകൾ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള വർക്ക് പീസുകൾ നമുക്ക് മെഷീൻ ചെയ്യുന്ന സമയത്ത് രണ്ട് സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. അപ്പൊ ഇത്തരത്തിൽ രണ്ട് സെന്റേഴ്സുകൾക്കിടയിലായിരിക്കണം നമ്മൾ ആ ഒരു വർക്ക് പീസ് വെക്കേണ്ടതായിട്ടുള്ളത്, അല്ലെ? സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ് രണ്ട് സെന്റേഴ്സുകൾക്കിടയിൽ വെക്കണം. ആ സെന്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ലൈഫ് സെന്ററും ഉണ്ട്, ഡെഡ് സെന്ററും ഉണ്ട്. ഓക്കെ, ലൈഫ് സെന്ററും ഉണ്ട്, ഡെഡ് സെന്ററും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ലോങ് ആയിട്ടുള്ള വർക്ക് പീസുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അപ്പൊ ഡ്രൈവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് സ്റ്റോക്ക് പറയാം, അല്ലെ? ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക്, അപ്പൊ എന്നിട്ട് നമുക്ക് ഹെഡ് സ്റ്റോക്ക് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ടെയിൽ സ്റ്റോക്ക് തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടെയിൽ സ്റ്റോക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നമ്മൾ ഡെഡ്, എന്താണ് ഇത്തരത്തിൽ ഡെഡ് സെന്റർ എന്ന് പറയാറ്, അല്ലെ? ഡെഡ് സെന്റർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യമാണ്: which one of the following is not the specification of lathe machine? അല്ലെ, lathe മെഷീന്റെ സ്പെസിഫിക്കേഷൻ അല്ലാത്തത് ഏതായിരുന്നു? റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ചത് തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. നോട്ട് ദ സ്പെസിഫിക്കേഷൻ. സ്വിംഗ് ഡയമീറ്റർ ഓർ കോമൺ സ്ലൈഡ്. യെസ്. അപ്പോ ബാക്കി നാലും എന്താണ് നമ്മളുടെ സ്പെസിഫിക്കേഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക, അല്ലെ? സോ ഡയമീറ്റർ ഓഫ് സ്പിൻഡിൽ ബോർ കർണന്റെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കർണന്റെ ടെസ്റ്റില് ഈ സ്പിൻഡിൽ ബോറിന്റെ ഡയമീറ്റർ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഉത്തരം നോട്ട് സ്പെസിഫൈഡ് ആണ്. ക്ലിയർ ആണോ? അതായത് സ്പെസിഫിക്കേഷൻ അല്ലാത്തതേത് ഡയമീറ്റർ ഓഫ് ദ സ്പിൻഡിൽ ബോർ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ആണ്, കൊടുത്തിട്ടുണ്ട്, ആണ്, കറക്റ്റ് ആണ്. ലെങ്ത് ബിറ്റ്വീൻ സെന്റർ, രണ്ട് സെന്റേഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, ലെങ്ത് കറക്റ്റ് ആണ്. സ്വിംഗ് ഡയമീറ്റർ ഓവർ ദ ബെഡ്, അല്ലെ? ബെഡിന് ആ ഒരു ഇടയിലായിട്ട് നമുക്ക് മൊത്തത്തിൽ എത്രത്തോളം വലിയ ഡയമീറ്റർ ഉള്ള ആ ഒരു വർക്ക് പീസ്, എത്രത്തോളം വലിയ ഡയമീറ്റർ ഉള്ള വർക്ക് പീസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതൊരു സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിംഗ് ഡയമീറ്റർ ഓവർ ദ കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്കേഷൻ അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോട്ട് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് എന്നുള്ള ചോദ്യത്തിനകത്ത് നമുക്ക് ഓപ്ഷൻ സി നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, അപ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം: ഫോർ ജോ ചക്ക് ക്യാൻ ബി ട്രൂഡ് ടു ദ ആക്യുറസി ഓഫ്. ഇത്തരത്തിൽ ട്രൂയിങ് എന്ന് ഉദ്ദേശിക്കുന്ന സെന്ററിംഗ് ആണ്. സെന്ററിംഗ് നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ആക്യുറസി, എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. സോ ഫോർ ജോ ചക്ക് can be trued to the accuracy of 0.2 mm, 0.002 mm, 0.02 mm, 0.05 mm. 0.02. റൈറ്റ് ആൻസർ ആണ്. 0.02 mm ആണ്. അപ്പൊ അത് mm പറയുന്നു. ഇനി അതുപോലെ ഇഞ്ചസിലായിരുന്നെങ്കിലോ 0.001 ഇഞ്ച്, അല്ലെ? ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ 0.001 ഇഞ്ചിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഫോർ ജോ ചക്ക്, അല്ലെ? ഇത്തരത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചക്കാണ് ഫോർ ജോ ചക്ക് എന്ന് പറയുന്നത്. സോ ഇൻഡിപെൻഡന്റ് ചക്ക് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈച്ച് ഫോർ ജോ ക്യാൻ ബി അഡ്ജസ്റ്റ് ഇൻഡിപെൻഡന്റ്, ഓരോ ജോയി നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ വർക്ക് ക്യാൻ ബി ട്രൂഡ് ടു വിത്തിൻ 0.001 ഇഞ്ച് or 0.02 mm accuracy using this chuck. അത്തരത്തിൽ അത് എടുത്ത് പറയുന്ന ഒരു വാല്യൂ തന്നെയാണ്. സോ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: the property of cutting tool which help to withstand sudden load while cutting. സഡൻ ലോഡ്, പെട്ടെന്നുണ്ടാകുന്ന ലോഡിനെ അല്ലെങ്കിൽ ഫോഴ്സിനെയൊക്കെ താങ്ങുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള കട്ടിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടി ഏതാണ്? സോ ബ്രിട്ടിൽനെസ്, toughness, hot hardness, ductility. Toughness.
സംശയമൊന്നും വേണ്ട, ടഫ്നെസ് തന്നെയാണ് ടഫ്നെസ് അല്ലെ. ഇത്തരത്തിൽ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ ഇറ്റ് ഫെയിലിയർ അല്ലെ. ഫെയിലിയർ സംഭവിക്കുന്നതിന് മുന്നേ എത്രത്തോളം എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ ടഫ്നെസ് എന്ന് വിളിക്കുന്നുണ്ടാവുക, ടഫ്നെസ്. അപ്പോൾ ടഫ്നെസ് എന്ന് പറയുന്ന, നമ്മൾ സാധാരണ ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇമ്പാക്ട് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇപ്പം HRP ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ ടഫ്നെസ് നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത് എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ അത് കണ്ടുപിടിക്കുന്നുണ്ടാവുക. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് തറയിൽ വീണാൽ പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നുണ്ടാവുക. ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നുണ്ടാവുക. ഡക്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് വയർ ഫോമിലേക്ക് എത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ ഡക്ടിലിറ്റി എന്നുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹോട്ട് കണ്ടീഷനിൽ അതിന്റെ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതൊക്കെ ഓരോ പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ ഇവിടെ സഡൻ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം ഓപ്ഷൻ ബി ടഫ്നെസ് ആണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Back gear is provided on the cone pulley type headstock. അതിൽ ബാക്ക് ഗിയർ എന്ന് പറയുന്ന ഡ്രൈവിംഗ് മെക്കാനിസം, ബാക്ക് ഗിയർ is provided on the cone pulley type headstock in lathe machine to dash. എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് ദ സ്പിൻഡിൽ സ്പീഡ് അല്ലെ. റൈറ്റ് ആൻസർ ആണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഇവിടെ ബാക്ക് ഗിയർ എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവിംഗ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നത് അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ലേത്ത് മെഷീനിലൊക്കെ ബാക്ക് ഗിയർ കാണാൻ സാധിക്കില്ല. കാര്യം ഈ പറഞ്ഞ കോൺപുള്ളി ഡ്രൈവ് ഒക്കെ മാറി അത് ഗിയർ ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് CNCയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാക്ക് ഗിയർ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന സ്പിൻഡിലിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ഗിയർ എൻഗേജ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിൽ കോൺപുള്ളി ടൈപ്പ് ഡ്രൈവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബാക്ക് ഗിയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പിൻഡിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ബാക്ക് ഗിയർ ആർ എൻഗേജ്ഡ് ഫോർ റെഡ്യൂസിങ് ദ സ്പിൻഡിൽ സ്പീഡ് അല്ലെ. ആ ഒരു സ്പിൻഡിലിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഫൈൻ. സോ സംശയമൊന്നും വേണ്ട. മറ്റൊരു ചോദ്യം. ദ നെഗറ്റീവ് റേക്ക് ആംഗിൾ generally provided in the cutting tools which are made of. Negative rake angle generally provided on the cutting tool which are made of ഏതായിരുന്നു? ഹൈ സ്പീഡ്, ഡയമണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ, കാർബൈഡ്. ഉത്തരം എന്താ വരിക? കാർബൈഡ് അല്ലെ. നമ്മുടെ ഉത്തരം വരിക കാർബൈഡ് ആണ്. അപ്പൊ കാർബൈഡ് ടൂളുകളിൽ നെഗറ്റീവ് റേക്ക് ആംഗിൾ കൊടുക്കാറുണ്ട്. ഡയമണ്ട് വരത്തില്ലേ? എങ്ങനെ വരത്തില്ലെന്നാണ്? അല്ല, ഡയമണ്ട് എന്നൊരു ഓപ്ഷനും നെഗറ്റീവ് റേക്ക് ആംഗിൾ ഇതിൽ വരത്തില്ലേ? ഇല്ല, നമ്മൾ എടുത്ത് പറയുന്നുള്ളത് ഈ പറയുന്ന ഡയമണ്ട് നെഗറ്റീവ് റേക്ക് ആംഗിൾ വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ജനറലി നമ്മൾ ഇത്തരത്തിൽ നെഗറ്റീവ് റേക്ക് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാർബൈഡ് ടൂളുകളിലാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെ സാറേ, കാർബൈഡിനെക്കാളും ഹാർഡ് അല്ലേ ഡയമണ്ട് വരുമ്പോ? കാർബൈഡിനെ ബ്രിട്ടിൽനെസ് ഇതും കൂടി ആയതുകൊണ്ട് പൊട്ടി. അല്ല, നമ്മൾ ഈ പറയുന്ന ഡയമണ്ട് കൂടി നമ്മൾ ഈ ആംഗിളുകൾ പ്രധാനമായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇപ്പം ഈ പറയുന്ന കട്ടിംഗ് ടൂളിന്റെ ആംഗിൾ ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത്, ഒന്ന് നമ്മളുടെ ടൂൾ മെറ്റീരിയൽ, രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് മെറ്റീരിയലിനെയാണ് നമ്മൾ സാധാരണ നമ്മൾ മെഷീൻ ചെയ്യാറുള്ളത്. ഇപ്പൊ ഡയമണ്ട് എന്ന് പറയുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ മെറ്റീരിയലാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയമണ്ട് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് നമുക്ക് എല്ലാ സ്റ്റീൽ നമുക്ക് ഡയമണ്ട് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഡയമണ്ട് എന്ന് പറയുന്ന ടൂൾ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ സ്റ്റീല് മെഷീൻ ചെയ്യാറുണ്ടോ? ഇല്ല, സ്റ്റീൽ മെഷീൻ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അപ്പോ ഈ റേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കട്ടിംഗ് ടൂളുകളുടെ ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നത്, ഒന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ, രണ്ട് നമ്മൾ ഏത് മെറ്റീരിയലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഏത് വർക്ക് പീസ് മെറ്റീരിയൽ ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഈ പറയുന്ന ഡയമണ്ട് എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂൾ ആണ്. അതായത് ഈ പറയുന്ന ഗ്ലാസ് കട്ട് ചെയ്യാൻ, അങ്ങനെ അതായത് ബ്രിട്ടിൽ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകൾക്കാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ പറയുന്ന നെഗറ്റീവ് റേക്ക് അത്തരത്തിൽ ഉള്ള കണ്ടീഷനിൽ നമ്മൾ പൊതുവെ കൊടുക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ പറയുന്ന ജനറൽ ആയിട്ട് നമ്മൾ ഈ നെഗറ്റീവ് റേക്ക്, പോസിറ്റീവ് ഡയമണ്ട് ടൂൾസിനെ ഏത് റേക്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്?
സാധാരണ നമ്മൾ സീറോ റേക്ക് കൊടുക്കാറുണ്ട്. സീറോ റേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഡിപ്പെൻഡ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ, ഏത് മെറ്റീരിയലിനെയാണോ നമ്മൾ പൊതുവെ ചെയ്യുന്നുണ്ടാവുക അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ആ ഒരു കട്ടിങ് ആംഗിളുകൾ കൊടുക്കുന്നുണ്ടോ പ്രോപ്പറായിട്ട്. ഇപ്പൊ റേക്ക് ആംഗിൾ ആയിക്കോട്ടെ, ക്ലിയറൻസ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പൊതുവെ റേക്ക് ആംഗിൾ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജനറലി ഇവർ പറയുന്നത്, ഇപ്പൊ അതാണ് ഒരു പറഞ്ഞത്, ജനറലി പ്രൊവൈഡഡ് ആണ്, ജനറലി പ്രൊവൈഡഡ് ഇൻ ദ കട്ടിംഗ് ടൂൾ വിച്ച് മേഡ് അപ്പ് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നെഗറ്റീവ് റേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ആ ഒരു കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും, റിജിഡ് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ ആയിരിക്കും നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഈവൻ ദ കാർബൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ എങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് നെഗറ്റീവ് റേക്ക് ജനറൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഈ പറയുന്ന കാർബൈഡ് ടൂൾ. അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം വന്നത്, ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഉത്തരം വന്നത് അങ്ങനെയാണ്. നോർമലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽക്കാണോ പോസിറ്റീവ് റേക്ക് ആംഗിൾ കൊടുക്കുന്ന? അല്ല, ഈ പറയുന്ന റേക്ക് ആംഗിളിനകത്ത് തന്നെ പോസിറ്റീവ്, അതായത് സാധാരണഗതിയിൽ നമ്മളിപ്പോ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ റേക്ക്, ഇതാണ് നമ്മൾ പോസിറ്റീവ് റേക്ക് എന്ന് കൊടുക്കുന്നുണ്ടാവുക. പോസിറ്റീവ് റേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിരിക്കും. അപ്പം വളരെ കീൻ ആൻഡ് ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ആയിരിക്കും ഈ പറയുന്ന പോസിറ്റീവ് റേക്കിന് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ പറയുന്ന കീൻ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് എഡ്ജ് എന്ന് പറയുമ്പോൾ പൊതുവെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഡക്ടൈൽ ആയിട്ടുള്ളതും മെറ്റീരിയലുകൾക്കായിരിക്കും പൊതുവെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടൂളിന്റെ ആ ഒരു കട്ടിംഗ് എഡ്ജും അത്യാവശ്യം ഹാർഡ് ആയിരിക്കണം. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നെഗറ്റീവ് റേക്ക് കൊടുക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? സീറോ റേക്ക് ആയിട്ട് കൊടുക്കാനുള്ള റീസൺ സാധാരണ നമ്മൾ സാധാരണ ഇപ്പം കഴിഞ്ഞ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ബ്രാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ, വി ത്രെഡ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ സീറോ റേക്ക് ആംഗിൾ ആണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ ഈ റേക്ക് ആംഗിൾ പിന്നീട് പറയുന്നത് റേക്ക് ആംഗിളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ ഫോം ടൂൾസുകൾ അല്ലെ, നമ്മൾ ഈ പറയുന്ന പേപ്പർ ടേണിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ടൂൾസുകൾക്ക് എന്ത് കൊടുക്കാറില്ല, റേക്ക് ആംഗിൾ കൊടുക്കാറില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്? ഈ പറയുന്ന നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് ഈ റേക്ക് ആംഗിൾ എന്നൊക്കെ വേരി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതായത് നമ്മൾ ഈ പറഞ്ഞ കുറച്ചേരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടൂളിന്റെ ആ ഒരു ഷാർപ്നെസ് ഒക്കെ പോകുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പലപ്പോഴായിട്ട് ഈ പറയുന്ന ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേക്ക് ആംഗിൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ പറയുന്ന വളരെ പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസുകൾക്കൊക്കെ ആയിരിക്കും പൊതുവെ നമ്മൾ ഈ പറയുന്ന ഈ സീറോ റേക്ക് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു റേക്ക് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ കാരണം റേക്ക് ആംഗിളിൽ ചെറിയ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടോട്ടൽ വർക്ക് പീസിനെ അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ആ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന സീറോ റേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ സീറോ റേക്ക് എന്ന് പറയുമ്പോൾ അത്ര ഷാർപ്പും അല്ല, എന്നാൽ അത്ര റിജിഡും അല്ല, ഒരു ഒരു മീഡിയം ലെവലിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക സാധാരണഗതിയിൽ. അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം കാണാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടേപ്പർ ടേണിംഗ് സമയത്തൊക്കെ നമ്മൾ ടേപ്പർ ടേണിംഗ് ടൂളുകൾക്ക് നമ്മൾ റേക്ക് ആംഗിൾ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ടേപ്പർ ടേൺ ചെയ്യുന്ന സമയത്ത് റേക്ക് ആംഗിൾ കാരണം, സപ്പോസ് റേക്ക് ആംഗിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന വേരിയേഷൻ കാരണം എന്ത് സംഭവിക്കാറുണ്ട്, ഈ പറയുന്ന പ്രോപ്പർ ടേപ്പർ നമുക്ക് കിട്ടില്ല, കൃത്യമായിട്ട് ടേപ്പർ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സീറോ റേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്താന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആണ് സാറേ. ഓക്കെ ഫൈൻ. അപ്പോ മറ്റു ചോദ്യത്തിലേക്ക് നമുക്ക് ഇവിടെ ക്ലിയർ ആയല്ലോ. നെഗറ്റീവ് റേക്ക് ആംഗിൾ നമ്മൾ സാധാരണ കാർബൈഡ് ടൂളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് കട്ട് ഗിവൺ ഇഫ് ദ മൈൽഡ് സ്റ്റീൽ റോഡ് ടേൺ ഫ്രം ഡയമീറ്റർ 40 mm to 38 mm? ഏതായിരിക്കും? 1 mm. ഓക്കെ, റൈറ്റ് ആൻസർ ആണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. എങ്ങനെ 1 mm എങ്ങനെ വന്നെന്നുള്ള അറിയാലോ. അതായത് ഇപ്പം ഈ പറയുന്ന റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നുണ്ടാവുക. നമ്മളിപ്പോ ഇവിടെ 1 mm മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാകും, 2 mm കുറയുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം,
ഇത്തരത്തിൽ 1 mm കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് 2 mm കുറയുന്നുണ്ടാകും, ഡയമീറ്ററിൽ കുറയുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ 40 നിന്നും 38 ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് 1 mm ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സംശയമൊന്നും വേണ്ട. സോ ഒന്നാമത്തെ ആൻസർ, ഓപ്ഷൻ എ തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. കാൽക്കുലേറ്റ് ദ ഡ്രൈവർ ഗിയർ ടീത്ത് റിക്വയർഡ് ടു കട്ട് 2.5 mm pitch thread in lathe having lead screw of 5 mm pitch with gear of 100 teeth. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അപ്പൊ ഡ്രൈവർ ഡിവൈഡഡ് ബൈ ഡ്രിവൺ അല്ലെ, ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ ഈസ് ഈക്വൽ ടു, അതായത് ഗിയറുമായി ബന്ധപ്പെട്ട് ഗിയറിന്റെ റേഷ്യോ ഡ്രൈവർ ഗിയർ ഡിവൈഡ് ബൈ ഡ്രിവൺ ഗിയർ ഈസ് ഈക്വൽ ടു lead of the workpiece divided by that is lead of the thread divided by lead of the lead screw എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ആ ഒരു ബേസിക് റിലേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ ഒരു ബേസിക് റിലേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു റിലേഷൻ എങ്ങനെ എഴുതാൻ പറ്റുക? ദാറ്റ് ഈസ് ഗിയർ റേഷ്യോ ഇസ് ഈക്വൽ ടു ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ ഈസ് ഈക്വൽ ടു ലീഡ് ഓഫ് വർക്ക് പീസ് ഡിവൈഡ് ബൈ ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ. ഓക്കെ, അപ്പോൾ ഡ്രൈവർ ബൈ ഡ്രിവൺ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ആ ഒരു ടീത്തുകളുടെ എണ്ണമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഡ്രൈവർ ഗിയറിന്റെ ടീത്ത് ആണ്. ഓക്കെ, 2 അല്ല, കണ്ടുപിടിക്കേണ്ടത് ഡ്രൈവർ ആണ്. അപ്പൊ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും? നമ്പർ ഓഫ് ടീത്ത് 100 ആണ് അല്ലെ. സോ ഡ്രിവൺ എന്ന് പറയുന്നത് 100 ആണ്, ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2.5 ആണ് നമ്മുടെ വർക്ക് പീസ് റിക്വയർഡ് ആയിട്ടുള്ള പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ലീഡ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ലീഡ് സ്ക്രൂവിന്റെ എത്രയാണ് പിച്ച്? കറസ്പോണ്ടിങ് 5 ആണ് അല്ലെ, 5. അപ്പൊ ഒന്നുമില്ല, 5x ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 2 5 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ഇത്തരത്തിൽ 1 അല്ലെങ്കിൽ ഇവിടെ 2 ഉണ്ടാവും അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ യെസ്, കറക്റ്റ് ആൻസർ ആണ്. 2x ഈസ് ഈക്വൽ ടു 100, x ഈസ് ഈക്വൽ ടു 50. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ ഇത് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഡയറക്റ്റ് ചോദ്യമാണ്, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 50 ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ബേസിക് ആയിട്ട് ആ ഒരു റിലേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ ഈസ് ഈക്വൽ ടു ലീഡ് ഓഫ് വർക്ക് ഡിവൈഡ് ബൈ ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഇൻ oblique cutting the cutting edge of tool is dash. In oblique cutting the cutting edge of tool is dash parallel to yes, right answer ആണ്, at the angle to the tool axis അല്ലെ, at the angle to the tool axis. അപ്പോൾ ഒബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ഇൻക്ലൈൻഡ് ആണ്. പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒബ്ലിക് കട്ടിംഗ് ഉണ്ട്, ഓർത്തോഗണൽ കട്ടിംഗ് ഉണ്ട് അല്ലെ. ഒബ്ലിക് ഉണ്ട്, ഓർത്തോഗണൽ ഉണ്ട്. ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നാൽ ഇവിടെ ഒബ്ലിക് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അറ്റ് ആംഗിൾ ടു ദ ടൂൾ ആക്സിസ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം. വിച്ച് മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ എ സ്പ്രിംഗ് പോൾ ലേത്ത് ടു റൊട്ടേറ്റ് ദ വർക്ക് പീസ്? സ്പ്രിംഗ് പോൾ ലേത്ത് പെഡലാണ് അല്ലെ, പെഡലാണ്. പണ്ട് കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ടൈപ്പാണ് സ്പ്രിംഗ് പോൾ ലേത്ത് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലൊരു പെഡൽ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പെഡൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒരു മെക്കാനിസത്തിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പെഡൽ ടൈപ്പ് ആണ്. അപ്പൊ അതാണ് സ്പ്രിംഗ് പോൾ ലേത്ത് എന്ന് പറയുന്നത്, ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യം. വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലേത്ത് സ്പെസിഫിക്കേഷൻ? അപ്പോൾ ലേത്ത് സ്പെസിഫിക്കേഷനുമായിട്ട് ഫിറ്ററിലും ചോദ്യം വന്നു, ടർണറിലും ചോദ്യം വന്നു. അപ്പോൾ രണ്ടിലും സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് ഏതാണ്? ഹൈറ്റ് ഓഫ് സെന്റർ ഫ്രം ലേത്ത് ബെഡ്, ലെങ്ത് ഓഫ് ടെയിൽ സ്റ്റോക്ക്, ലെങ്ത് ഓഫ് ബെഡ്, മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ. ഏതായിരിക്കും? ലെങ്ത് ഓഫ് ടെയിൽ സ്റ്റോക്ക്. ലെങ്ത് ഓഫ് ടെയിൽ സ്റ്റോക്ക് അല്ലെ, സംശയമൊന്നും വേണ്ട. ടെയിൽ സ്റ്റോക്കിന്റെ ലെങ്ത് അവിടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഹൈറ്റ് ഓഫ് സെന്റേഴ്സ് ഫ്രം ദ ലേത്ത് ബെഡിൽ നിന്നും ആ ഒരു സെന്ററിലേക്കുള്ള ഹൈറ്റ്, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ബെഡിന്റെ ലെങ്ത്, അതുപോലെ തന്നെ സെന്റേഴ്സ് അല്ലെ, ബിറ്റ്വീൻ സെന്റേഴ്സ് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്, മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ്, അതൊക്കെ അതിന്റെ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം ടർണറിൽ ചോദിച്ചതാണ്. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ഫോർജോ ചക്ക് സ്ക്രൂ ഷാഫ്റ്റ്? ഫോർജോ ചക്ക് സ്ക്രൂ ഷാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ത്രെഡ് ഏതാണ്?
ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ്. റൈറ്റ് ആൻസർ ആണ്, ശ്രദ്ധിക്കാം, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ ഫൈൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ 4 ജോ ചെക്കിനകത്തൊക്കെ നമുക്കറിയാം ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതിനകത്തൊരു സ്ക്രൂ ഷാഫ്റ്റ് ഉണ്ട്. സോ സ്ക്രൂ ഷാഫ്റ്റിനകത്തൊക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് പാർട്ട് ഈസ് എ H ഷേപ്ഡ് അയൺ കാസ്റ്റിംഗ് ഓൺ ദ ലേത്ത് ബെഡ് ബേസ്? H ഷേപ്ഡ്, യെസ്, സാഡിലാണ് അല്ലെ, സംശയമൊന്നും വേണ്ട. അപ്പൊ ഇത്തരത്തിൽ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നു അല്ലെ, ബ്രിഡ്ജ് പോലെ, അതായത് ലേത്തിന്റെ ബെഡിന്റെ 2 ഗൈഡ് വേസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന H ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഉണ്ടാകും. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാഡിൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ സാഡിൽ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യം, വിച്ച് ആക്സസറി is used along with bend type carrier, along with bend type carrier, catch plate, to transfer the drive from spindle to workpiece. അല്ലെ, ഈ പറയുന്ന സ്പിൻഡിൽ നിന്നും വർക്ക് പീസിലേക്ക് നമ്മൾ ഏതോ ഒരു പ്ലേറ്റിന്റെ സഹായത്തോടെ, അത് ഡ്രൈവിംഗ് പ്ലേറ്റ് ആവാം, അല്ലെങ്കിൽ ക്യാച്ച് പ്ലേറ്റ് ആവാം. അപ്പൊ അത്തരത്തിൽ ഒരു പ്ലേറ്റിന്റെ സഹായത്തോടു കൂടി, പ്ലേറ്റിനൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്? ഒരു ബെൻഡ് ടൈപ്പ് കാരിയർ ആണ്. അപ്പൊ പിൻ ടൈപ്പ് ആയിരുന്നുണ്ടെങ്കിലോ, പിൻ ടൈപ്പ് കാരിയർ ആയിരുന്നുണ്ടെങ്കിലോ, ഡ്രൈവിംഗ് പ്ലേറ്റ്. പിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവിംഗ് പ്ലേറ്റ് ആയിട്ട് മാറും. ഇവിടെ ബെൻഡ് ടൈപ്പ് എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ ബെൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെൻഡ് ടൈപ്പ് കാരിയർ ഡോഗ് അല്ലെ, ഇത്തരത്തിൽ ബെൻഡ് ടൈപ്പ് അവൈലബിൾ ആണ്. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ക്യാച്ച് പ്ലേറ്റിനൊപ്പം ആയിരിക്കും, ക്യാച്ച് പ്ലേറ്റ്. അപ്പൊ ക്യാച്ച് പ്ലേറ്റിനൊപ്പം നമ്മൾ ഇത്തരത്തിൽ ബെൻഡ് ടൈപ്പ് കാരിയർ യൂസ് ചെയ്യുന്നു. ഡ്രൈവിംഗ് പ്ലേറ്റിനൊപ്പം നമ്മൾ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ പിൻ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ടു അവോയ്ഡ് ഓവർ ഹാങ്ങിങ് പ്രോബ്ലം വൈൽ ടേണിംഗ് ലെങ്തി ജോബ് അല്ലെ, ലെങ്തി ആയിട്ടുള്ള ജോബ് നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഓവർ ഹാങ്ങിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വിച്ച് വർക്ക് ഹോൾഡിംഗ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫ്രം ഫോളോയിങ്? ഏത് ടൈപ്പ്? സംശയമൊന്നും വേണ്ട, ബിറ്റ്വീൻ സെന്റേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു സ്റ്റാൻഡേർഡ്, ഏത് രീതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ പറയുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ചിലപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടവരായിരിക്കും, ചിലപ്പോൾ 1-2 പേര് കാണാത്തവരുണ്ടാവും. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാകും. അപ്പൊ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആ ഒരു ലെവൽ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതൊക്കെ കുഴപ്പമില്ല. സോ ഇൻ ബിറ്റ്വീൻ സെന്റേഴ്സ് തന്നെയാണ്. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. Which is the function of tumbler gear? ടംബ്ലർ ഗിയറിന്റെ ഫംഗ്ഷൻ എന്താണ്? ടംബ്ലർ ഗിയർ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും ഉത്തരം വരിക? ടു ചേഞ്ച് ദ സ്പിൻഡിൽ direction of lead screw. Yes, റൈറ്റ് ആൻസർ. അപ്പോ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ടംബ്ലർ ഗിയർ നമ്മൾ ലെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് മെക്കാനിസം പഠിക്കുന്ന സമയത്ത്, ഇത്തരത്തിൽ നമ്മൾ ത്രെഡ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്യാരേജിന്റെ മൂവ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ക്യാരേജ് വരും, പിന്നീട് നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ടാകും, പിന്നീട് വീണ്ടും എന്താണ് ഇത്തരത്തിൽ റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ലീഡ് സ്ക്രൂ നമ്മൾ ഹാഫ് നെറ്റ് മെക്കാനിസത്തിന്റെ സഹായത്തോടു കൂടി ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് എൻഗേജ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഈ ലീഡ് സ്ക്രൂവിൽ നിന്നൂടെയാണ് പവർ കടന്നു പോകുന്നുണ്ടാവും അല്ലെ. സ്പിൻഡിൽ നിന്നും ലീഡ് സ്ക്രൂവിലേക്ക് വരും, ലീഡ് സ്ക്രൂവിൽ നിന്നായിരിക്കും ആ ഒരു പവർ ക്യാരേജിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഈ ക്യാരേജിന്റെ മൂവ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡ് സ്ക്രൂവിൽ എന്ത് ചെയ്യണം? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടംബ്ലർ ഗിയർ എന്ന് പറയുന്ന ഗിയർ സെറ്റ് ഓഫ് ഗിയർ ആണ്. ആ സെറ്റ് ഓഫ് ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു ലീഡ് സ്ക്രൂവിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഒരു നോബ് ഉണ്ടാവും. നോബ് വെച്ച് തിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ലിവർ തിരിക്കുന്ന അല്ലെങ്കിൽ ലിവർ തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലെ. അത്തരത്തിൽ ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ലീഡ് സ്ക്രൂ അല്ലെ. ലീഡ് സ്ക്രൂവിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഫോർമുല യൂസിങ് ഫോർ ടേണിംഗ് ടൈം കാൽക്കുലേഷൻ? അതായത് മെഷീനിങ് ടൈം, ടേണിംഗുമായി ബന്ധപ്പെട്ട് മെഷീനിങ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, യെസ്, ഓപ്ഷൻ സി, ലെങ്ത് ഓഫ് കട്ട് ഇൻറ്റു നമ്പർ ഓഫ് കട്ട് ഡിവൈഡ് ബൈ ഫീഡ് ഇൻറ്റു RPM. കറക്റ്റ് തന്നെയാണ്. പറയാം ഇതിൽ L ഇൻറ്റു നമ്പർ ഓഫ് കട്ട്, ഫോർ എക്സാമ്പിൾ N ആയിട്ട് കൺസിഡർ ചെയ്യാം, ഡിവൈഡഡ് ബൈ ഫീഡ് ഇൻറ്റു N എന്ന് പറയുന്നത് RPM ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഒരു N എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് കട്ടാണ്. എത്ര തവണ നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പം ഒരു പർട്ടിക്കുലർ
എന്താണ് സിംഗിൾ പാസിലൂടെ തന്നെ നമ്മൾ കൃത്യമായി അല്ലെങ്കിൽ സിംഗിൾ പാസിലൂടെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഡയമീറ്ററിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു തവണ മാത്രം ചെയ്താൽ മതി. അതല്ല നമ്മളിപ്പോൾ ഒരു വർക്ക് പീസിൽ നിന്നും എന്താണ് അപ്പൊ 50 mm നിന്നും 10 mm ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഓരോ തവണയായിരിക്കും നമ്മൾ ചിലപ്പോൾ 5 വെച്ചായിരിക്കും കുറയ്ക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കുറയ്ക്കുന്നുണ്ടാവുക. അപ്പൊ എത്ര തവണ പോയി എന്നുള്ളത് നമ്മളിവിടെ നോക്കണം, കാര്യം അത്രയും സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് അല്ലെങ്കിൽ എത്രത്തോളം കട്ട് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലെങ്ത് ഓഫ് കട്ട് തന്നെ, ലെങ്ത് ഓഫ് കട്ട് തന്നെയാണ്, ഇൻറ്റു നമ്പർ, ദാറ്റ് ഈസ് എത്ര തവണ നമ്പർ ഓഫ് കട്ട് ഡിവൈഡ് ബൈ ഫീഡ് എത്രത്തോളം കൊടുത്തു ഇൻറ്റു RPM, റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേഷൻ പെർ മിനിറ്റ് RPM. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ്സിലാണോ അതോ മിനിറ്റിലാണോ അതോ അവറിലാണോ? മിനിറ്റിലല്ലേ? മിനിറ്റ്സിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന മെഷീൻ ടൈം ഇൻ മിനിറ്റ്സ്. അപ്പൊ അതും നമ്മൾ ഓർത്തിരിക്കണം, ഈ പറയുന്ന കിട്ടുന്ന എന്തിനാന്നുള്ളത് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഇക്വേഷൻ ഒക്കെ അത്രയും മിനിറ്റ്സിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ. അപ്പോൾ പൊതുവേ നമ്മൾ മെഷീനിങ്ങിന്റെ ഒക്കെ ഏതൊരു ഇക്വേഷൻ എടുത്താലും ഈ പറയുന്ന രീതിയിൽ മെഷീനിങ് ടൈമിന്റെ പൊതുവേ നമ്മളിപ്പോൾ ഡ്രില്ലിംഗ് ആയിക്കോട്ടെ, ഇപ്പൊ ഡ്രില്ലിംഗ് എടുത്താലും നമ്മൾ ഈ പറഞ്ഞ ബേസിക് ഇക്വേഷൻ ഇത് തന്നെയാണ്, ദാറ്റ് ഈസ് L ഡിവൈഡ് ബൈ F ഇൻറ്റു N തന്നെയാണ് ബേസിക് ഇക്വേഷൻ. ഈ പറയുന്ന മെഷീനിങ് ടൈമിന്റെയും ആ ഒരു ടോട്ടൽ, ഫോർ എക്സാമ്പിൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ആ ഒരു പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് എത്രയാണോ, ഫോർ എക്സാമ്പിൾ L, കറസ്പോണ്ടിങ് ഫീഡ് ഇൻ കറസ്പോണ്ടിങ് mm per revolution ഉണ്ടാകും, കറസ്പോണ്ടിങ് N ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആ ഒരു ഡ്രില്ല് ചെയ്യാനുള്ള സമയവും ഇങ്ങനെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെയ്ത്ത് യൂസ്ഡ് ഫോർ മെഷീനിങ് ഓഫ് റോട്ടേഴ്സ് ഓഫ് ജെറ്റ് എഞ്ചിൻ. ജെറ്റ് എഞ്ചിന്റെ റോട്ടറുകൾ മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ലെയ്ത്ത് ഉണ്ട്, അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, അപ്പോ ടി ലെയ്ത്ത് ആണ് നമ്മളുടെ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെയ്ത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട് ലെയ്ത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. സോ ലെയ്ത്ത് മെഷീൻ കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ്? അതെ, ഹെൻറി മോഡ്സ്ലെ എന്ന് പറയുന്ന അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് അല്ലെ, ഇത്തരത്തിൽ ആ ഒരു മെഷീൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ റോട്ടേഴ്സ് ഓഫ് ജെറ്റ് എഞ്ചിൻ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ മെഷീൻ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു ലെയ്ത്തിന്റെ സഹായത്തോടുകൂടി ചെയ്യുന്നുണ്ടാവുക. ഉത്തരം ടി ലെയ്ത്ത് തന്നെയാണ്, ടി ലെയ്ത്ത് ആണ്. സോ ടി എന്ന് പറയാൻ കാര്യം അതിന്റെ ആ ഒരു ക്യാരേജ് മൂവ് ചെയ്യുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, നമ്മുടെ ആ ഒരു സ്പിൻഡിലിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ടി ലെയ്ത്ത് എന്ന് പറയുന്നുണ്ടാവുക. സോ ദ ആക്സിസ് ഓഫ് ദ ബെഡ് അല്ലെങ്കിൽ ആ ഒരു ലെയ്ത്ത് ബെഡ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലാണ്. സോ ഈ ചിത്രത്തിൽ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ ഫേസ് പ്ലേറ്റ് ഇരിപ്പുണ്ട്. സോ ഇവിടെ ഒരു പ്ലേറ്റ് നമുക്ക് കാണാൻ സാധിക്കും, ഫേസ് പ്ലേറ്റ്. അതിന്റെ ആ ഒരു സെന്റർ ഇവിടെ കാണാൻ സാധിക്കും. സോ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആണ്, നമ്മുടെ ഒരു ലെയ്ത്ത് ബെഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മളുടെ മെഷീൻ ഇങ്ങനെയാണോ കാണാറ്? അങ്ങനെയല്ല അല്ലെ. സോ അതാണ് അതിന്റെ പ്രത്യേകത, അതാണ് ടി ലെയ്ത്ത് എന്ന് പറയുന്നത്. സോ എസ്പെഷ്യലി നമ്മൾ ഇത്തരത്തിലുള്ള മെഷീനിങ് ഫോർ റോട്ടേഴ്സ് ഓഫ് ജെറ്റ് എഞ്ചിൻ റോട്ടറിന്റെ ഒക്കെ ആ ഒരു പ്രത്യേകത കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ ടി ലെയ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റു ചോദ്യം, ദ ലെയ്ത്ത് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടംബ്ലേഴ്സ് ആൻഡ് വെസൽസ് ഫ്രം ഷീറ്റ് മെറ്റൽ. ഷീറ്റ് മെറ്റലിന്റെ സഹായത്തോടുകൂടി ടംബ്ലേഴ്സ് വെസൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സ്പിന്നിംഗ് ലെയ്ത്ത്. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ലെയ്ത്തിൽ നമ്മൾ സാധാരണഗതിയിൽ മെഷീനിങ് ആണ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ദാറ്റ് ഈസ് മെഷീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റൽ റിമൂവൽ പ്രോസസ് ആണ്. സോ മെറ്റൽസ് ആർ റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് അല്ലെ, ചെറിയ ചെറിയ തരികളായിട്ടുള്ള ചിപ്പുകളായിട്ടായിരിക്കും അത് റിമൂവ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഒന്ന് രണ്ട് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ എന്താണ്, ഫോമിംഗ് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. അതായത് മെറ്റൽ റിമൂവൽ അല്ല, ദാറ്റ് ഈസ് ഫോമിംഗ് ഓപ്പറേഷൻ. ഇവിടെ മെറ്റൽ റിമൂവ് ചെയ്യുന്നുണ്ടാവില്ല, അതിനെ ഫോം ചെയ്തെടുക്കുന്നുണ്ടാവും. സോ അങ്ങനെ മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. മെറ്റൽ ഫോമിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. സോ മെറ്റൽ ഫോമിങ്ങിന്റെ മറ്റൊരു എക്സാമ്പിൾ ഏതായിരിക്കും? സാധാരണ ഏതാണ്? ത്രെഡ് റോളിംഗ്, ത്രെഡ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ ത്രെഡ് കട്ടിംഗ് മെഷീൻ, ത്രെഡ് റോളിംഗ് അല്ലേ, റോളിംഗ് അല്ലേ? അതായത് നെർലിംഗ്, യെസ് കറക്റ്റ് ആണ്. നെർലിംഗ് നമുക്ക് പറയാം, നെർലിംഗ് ഒരു ഫോമിംഗ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ത്രെഡ് റോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലെയ്ത്തിലാണോ ചെയ്യാറ്?
അതെ ഈ പറഞ്ഞ റോളിംഗ് പ്രോസസ്സ് എന്റെ ഡിഫറെന്റ് മെഷീനിങ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. ത്രെഡ് റോളിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. റോളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഡിഫറെന്റ് ലെയ്ത്തിലാണോ ചെയ്യാറ്? ലെയ്ത്തിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഉണ്ടോ ഈ റോളിംഗ് നമ്മള് ത്രെഡുള്ള ടൂൾ വെച്ചിട്ട്, അതുപോലെ തന്നെ ഒരു ടൂൾ വെച്ചിട്ടേ ത്രെഡുള്ള ഒരു ടൂൾ വെച്ചിട്ട് റോൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവിടെ. അത് ചേസിംഗ് ആണോ? അത് ചേസിങ് ആയിരിക്കില്ലേ? അത് കറക്റ്റ് ലെയ്ത്തില് റോൾ ചെയ്തെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സാധ്യത കുറവാണ്. നോക്കാം, കാര്യം അത്രയും ലോഡ് കൊടുക്കണ്ടേ നമുക്ക്. അത്രയും ലോഡ് കൊടുക്കാനൊക്കെ ആകുമ്പോൾ അത് വളയാൻ സാധ്യതയുണ്ട്. കാര്യം നമുക്ക് റോളർ രണ്ട് സപ്പോർട്ടിങ്, ഒരു കട്ടിങ്, ഒരു ഫോമിംഗ് റോളറും ഉണ്ടാവും, ഒരു സപ്പോർട്ടിങ് റോളറും ഉണ്ടാവും സാധാരണഗതിയിലെ. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ലോഡ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ലെയ്ത്തിൽ അങ്ങനെ ചെയ്യാൻ സാധ്യത അറിയില്ല. നോക്കാം, എന്തായാലും നമുക്കത് നോക്കാം. ഓക്കെ ഫൈൻ. എനിവേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫോം ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാം. അപ്പോഴും നമ്മൾ ഈ പറയുന്ന രീതിയിൽ കട്ടിങ് നടക്കുന്നുണ്ടാകും. എന്നാൽ ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫോം ടൂൾ എന്ന് പറയുന്നത്. അല്ലാതെ ഫോമിംഗ് പ്രോസസ്സ് അല്ല അവിടെ നടക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന നെർലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. നെർലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പൂർണ്ണമായിട്ടും അതൊരു ഫോമിംഗ് പ്രോസസ്സാണ്. അവിടെ മെറ്റൽ റിമൂവൽ നടക്കുന്നുണ്ടാവില്ല. അത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. ഇപ്പൊ സ്പിന്നിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന ഒരു സ്പിന്നിങ് എന്ന് പറയുന്ന ഒരു ലെയ്ത്ത് ഓപ്പറേഷൻ ആണ്. സോ ലെയ്ത്ത് ഓപ്പറേഷനകത്ത് തന്നെ ഷീറ്റ് മെറ്റൽ വർക്കാണ് അവിടെ നടക്കുന്നുണ്ടാവുക. അതും ഒരു ഫോമിംഗ് ഓപ്പറേഷൻ ആണ്. ത്രെഡ് റോളിംഗ് ശരിയാണ്, അതൊരു ഫോമിംഗ് ഓപ്പറേഷൻ ആണ്. ത്രെഡ് റോളിംഗ് നമ്മൾ ലെയ്ത്തിൽ ചെയ്യും എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. ത്രെഡ് റോളിംഗ് എന്ന് പറയുന്നത് ഒരു ഫോമിംഗ് ഓപ്പറേഷൻ തന്നെയാണ്, റോളിംഗ് ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷെ അത് ലെയ്ത്തിൽ എത്രത്തോളം അത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതിനകത്ത് ഒരു ചെറിയ സംശയമുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ ഫൈൻ. അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. ഓക്കെ ഫൈൻ. അപ്പോൾ എനിവേ നമ്മളുടെ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ സ്പിന്നിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതായത് നമ്മുടെ മിസൈൽസിന്റെ ഒക്കെ ആ ഒരു ഡോം ഷേപ്പ്, അല്ലെങ്കിൽ വെസൽസ്, ടംബ്ലേഴ്സ്, അതൊക്കെ ഷീറ്റ് മെറ്റൽ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ സ്പിന്നിങ് എന്ന് പറയുന്നത്. സോ ഹൈ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് ലെയ്ത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് സ്പീഡ് ലെയ്ത്തുമായി ബന്ധപ്പെട്ടുള്ള ലെയ്ത്ത് ഏതാണ്? അപ്പൊ വുഡ് വർക്കിംഗ് ലെയ്ത്ത്, സെന്ററിംഗ് ലെയ്ത്ത്, പോളിഷിംഗ് ലെയ്ത്ത്, മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് ഒക്കെ സ്പീഡ് ലെയ്ത്തിന് എക്സാമ്പിൾസ് ആണ്. ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, ഗ്യാപ്പ് ബെഡ് ലെയ്ത്ത്. ഒരു ടൈപ്പ് ലെയ്ത്ത് ആണ് ഗ്യാപ്പ് ബെഡ് ലെയ്ത്ത്. ദ ഗ്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ഇൻ എവിടെയാണ്? അപ്പൊ ഗ്യാപ്പ് ബെഡ് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ബെഡ് ലെയ്ത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഗ്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വലിയ വർക്ക് പീസുകൾ നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഗ്യാപ്പ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിലോ ദ സ്പിൻഡിൽ ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്. ഓക്കെ അല്ലെ, ജസ്റ്റ് ബിലോ ദ നോസ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. ഓപ്ഷനല്ലേ പറഞ്ഞ എല്ലാവരും? ഓപ്ഷനല്ലേ? ഓക്കെ. ജസ്റ്റ് ബിലോ ദ നോസ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. അപ്പൊ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ സ്പിൻഡിലിന്റെ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലാണ്. സോ ജസ്റ്റ് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വലിയ വർക്ക് പീസുകൾ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, ഓർത്തിരുന്നാൽ മതി. മറ്റു ചോദ്യം, ഇൻ എ ടെയിൽ സ്റ്റോക്ക് ദ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ ഡാഷ്. റിയർ എൻഡ് ഓഫ് ബേസ്. ഇത്തരത്തിൽ that in a tailstock the graduations are marked on the rear end of the base. Previous question ആണ്, ഷീറ്റ് മെറ്റലിനെ ചോദിച്ച ചോദ്യമാണ്. rear end of the base ആണ് റൈറ്റ് ആൻസർ. rear end of the base. എന്നാൽ സീറോ ലൈൻ എവിടെ ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക? ബോഡി. സംശയമൊന്നും വേണ്ട, ബോഡി. ഇപ്പൊ സീറോ ലൈൻ ആണെന്നുണ്ടെങ്കിൽ സീറോ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ബോഡിയിലാണ്. എന്നാൽ മറ്റ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് റിയർ എൻഡ് ഓഫ് ദ ബേസ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇപ്പോൾ ടെയിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് പോയിന്റ് ആണ് ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ്. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡിയാണോ ഓഫ്സെറ്റ് ചെയ്യുന്നത്? ബോഡിയിൽ ഓഫ്സെറ്റ് ചെയ്യുന്നത്. അതെ. ബേസ് അതുപോലെ തന്നെ ഉണ്ടാവും. ബേസിനകത്തൊരു സ്ലോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഗൈഡ് വേ ഉണ്ടാകും. ആ ഗൈഡ് വേയിലാണ് നമ്മൾ ആ ഒരു അലൻ കീസ് വെച്ചിട്ട് നമുക്ക് 2 സ്ക്രൂസ് അവിടെ ഉണ്ടാകും. ഇത്തരത്തിൽ
ഹെഡ്ലെസ് ആയിട്ടുള്ള സ്ക്രൂ ഉണ്ടാവും. അപ്പൊ അലൻ കീസ് വെച്ച് നമ്മളത് അതാണ് അത് ലൂസ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ എടുത്തു മാറ്റിയല്ലോ, ഈ പറഞ്ഞ ബേസ് അവിടെ നമ്മുടെ ഗൈഡ് ബേസിൽ തന്നെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ ഒരു ബോഡി പോർഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ലൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എത്രത്തോളം മൂവ് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്രാജുവേഷൻസ് ഒക്കെ, എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്തു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ റെയർ എൻഡ് ഓഫ് ദ ബേസിൽ ഗ്രാജുവേഷൻ ഉണ്ടാവും. ഈ പറയുന്ന 0 എന്ന് പറയുന്നത് ഏകദേശം പുറകു വശത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഏകദേശം ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ബേസ് ആണെന്നിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു ടെയിൽ സ്റ്റോക്കിന്റെ പുറകുവശമാണെന്നിരിക്കട്ടെ. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഇവിടെ 0 എന്ന് പറയുന്നത് ഇപ്പം റിയർ എൻഡ് ഓഫ് ദ ബേസിലായിരിക്കും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇനി എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്തു, നിലവിൽ ഇപ്പൊ ഇത് 0 ലൈൻ, ഇതാണ് സീറോ ലൈൻ. ഇപ്പൊ 0 ലൈനും നമ്മളുടേതും 0 നമ്മൾ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. ഇനി എത്രത്തോളം നമ്മൾ ഓഫ്സെറ്റ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം സൈഡിൽ നോക്കുകയാണെങ്കിൽ അപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ലൂസ് ആക്കിയതിനു ശേഷം നമ്മൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളത് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണോ സാറേ? അപ്പൊ ബോഡിയിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യൂലേ ബേസിൽ 0 ആക്കിയിട്ട്? അതായത് ഈ പറയുന്ന രീതിയിൽ ഗ്രാജുവേഷൻസ് ലൈൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബേസിലാണ്, റിയർ എൻഡ് ഓഫ് ദ ബേസ്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻസ് ബോഡിയിൽ ചെയ്യൂലേ? 0 ബേസിലും ഗ്രാജുവേഷൻസ് ബോഡിയിലും? അല്ല, അങ്ങനെയല്ല. നമ്മൾ അതാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ റിയർ എൻഡ് ഓഫ് ദ ബേസ്. അതായത് ബേസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മളുടെ എവിടെ ഉണ്ടാവുക, നമ്മുടെ ആ ഒരു ബെഡിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് ബേസ്. മനസ്സിലായോ? ബെഡിലാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ 0 ബേസിൽ മാർക്ക് ചെയ്യൂലേ? അതായത് ഈ പറയുന്ന രീതിയിൽ അത് ഗ്രാജുവേഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ 0, 1, 2 mm ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, തിരിച്ചു വരില്ലേ? തിരിച്ചും ഇളയില്ലേ? സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെയാണ് കാണുന്നത്, അതാണ് നമ്മളിപ്പോ ഫോളോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്പിൻഡിലും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യൂലേ? സ്പിൻഡിലും നമ്മൾ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യാറുണ്ട്, സാധാരണ കാണാറുണ്ട്. ഉണ്ട്. ഇത് ഫോളോ ചെയ്താൽ മതി. നമ്മളിപ്പോ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി. അതാണ് ഞാൻ എടുത്ത് കൊടുത്തത്. ഇപ്പൊ ടെയിൽ സ്റ്റോക്കിന്റെ ആ ഒരു പോർഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന ബേസും ഉണ്ടാവും, ബോഡി ഉണ്ടാവും. ബേസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ ഒരു നമ്മളുടെ ബെഡിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന സ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനമാണ് ബേസ്. അതിന് മുകളിലാണ് അതിന്റെ ബോഡി ബോഡി. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബേസും ബോഡിയും തമ്മിൽ സ്ക്രൂസിന്റെ സഹായത്തോടുകൂടി ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അത് ലൂസ് ആക്കിക്കൊണ്ട് ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ബോഡീനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയും. എത്രത്തോളം ബോഡി ഓഫ്സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഗ്രാജുവേഷൻസിനകത്ത് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ നമ്മളത് ഓഫ്സെറ്റ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡിനകത്ത് എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം എന്നുള്ള സെറ്റ് ഓവർ മെത്തേഡിനകത്ത് എത്രത്തോളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് L into d minus small d divided by 2 times L എന്നുള്ള ബേസിക് ഇക്വേഷനകത്ത് നിന്ന് കറസ്പോണ്ടിങ് നമുക്ക് എത്രത്തോളം അത് നീക്കണം, എത്രത്തോളം അത് മൂവ് ചെയ്യണം എന്നുള്ളത് MM നമുക്ക് കിട്ടുന്നുണ്ടാകും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഓഫ്സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കിട്ടുന്ന കറക്റ്റ് വാല്യൂ തന്നെയാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ആണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്? അല്ല, അതിന്റെ കൃത്യമായിട്ടുള്ള വാല്യൂ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ ചെയ്താൽ മതി. അതായത് സെന്റർ സീറോയിൽ നിന്ന് എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അല്ല, ആ S കിട്ടുന്ന വാല്യൂ തന്നെ. അതെ. സാർ, ഇനി മാക്സിമം ഉണ്ടോ? മാക്സിമം ഇല്ലേ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിന്? ഒരു മാക്സിമം എത്ര വരെ പേപ്പർ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നുള്ളത്? അത് മാക്സിമം എന്ന് പറയുന്നത് അത് ഓരോ ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാറും. അതായത് ഞാൻ പറഞ്ഞ ലെയ്ത്തിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ, അതായത് വലിയ ലെയ്ത്തുകൾ ഉണ്ടാവും, ബെഡിന്റെ ലെങ്ത്, വിഡ്ത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സർ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇത് നമ്മൾ ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ, അവേ ഫ്രം ദ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ടേപ്പർ ടേണിംഗിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതായത് ഓഫ്സെറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ ആണെങ്കിൽ ഏത് സൈഡിലാണ് സ്മോൾ ഡയമീറ്റർ വരുന്നത്? അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യുന്നത്. അത് നമുക്ക് മുന്നോട്ട് പോകുന്ന ക്വസ്റ്റിനകത്ത് ഉണ്ടാവും, നമുക്ക് അന്ന് ക്ലിയർ ആകും. അന്നേരം അത് ക്ലിയർ ആക്കി മുന്നോട്ട് പോകാം. ഓഫ്സെറ്റ്, ഈ പറഞ്ഞ ഓഫ്സെറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ. അപ്പോ ടെയിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്പൊ ബേസ്, ബോഡി, അതുപോലെ തന്നെ എന്താണ് ടെയിൽ സ്റ്റോക്ക് നമ്മൾ ഏത് അതായത് ടെയിൽ സ്റ്റോക്ക് ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ഗൈഡ് വേസ് ഉണ്ടല്ലോ, ഏത് ഗൈഡ് വേസിലായിരിക്കും ടെയിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടാവുക? ഇന്നർ ഗൈഡ് വേസിലായിരിക്കും ടെയിൽ സ്റ്റോക്ക് അത് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. അത് ഓർത്തിരിക്കാൻ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഗ്രാജുവേഷൻസ് ആർ മാർക്ക് ഓൺ ദ റിയർ എൻഡ് ബേസ് ആണ് ചോദ്യം വന്നിട്ടുള്ളത്. 0 ലൈൻ എവിടെ മാർക്ക് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോഡിയിലാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ത്രെഡ്, ഹാൻഡിലിന്റെ ത്രെഡ്. അത് ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്ക്വയർ ത്രെഡ് തന്നെയാണ് അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ സാധാരണഗതിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. പിന്നെയുള്ള ചോദ്യം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, മറ്റു ചോദ്യം, വൈൽ ഡ്രില്ലിംഗ് in the lathe the drill is held in, എവിടെയായിരിക്കും ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഡ്രിൽ ബിറ്റ് എവിടെ വെക്കുന്നുണ്ടാവുക? ടെയിൽ സ്റ്റോക്ക്. സംശയം വേണ്ട, ടെയിൽ സ്റ്റോക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, the primary purpose of a chip breaker is to, primary purpose of a chip breaker, ചിപ്പ് ബ്രേക്കറിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും? break long chip into smaller segments. അല്ലെ, ഇത്തരത്തിൽ പ്രൈമറി പർപ്പസ് ഓഫ് ചിപ്പ് ബ്രേക്കർ അല്ലെ. അപ്പൊ ചിപ്പ് ബ്രേക്കർ അതിന്റെ ബേസിക് പർപ്പസ് എന്തായിരിക്കും? അതായത് ഈ പറഞ്ഞ ലോങ് ആയിട്ടുള്ള കേളി ആയിട്ടുള്ള ചിപ്പ് ഉണ്ടാകും. സോ ആ ഒരു ചിപ്പിനെ എന്താണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനെ എന്താണ് മുറിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ. സോ ബ്രേക്ക് ലോങ് ചിപ്സ് ഇൻ ടു സ്മോളർ സെഗ്മെന്റ് അല്ലെ, ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. മറ്റൊരു ചോദ്യം, the chip breakers are primarily used with soft and ductile materials. സംശയം വേണ്ട, ദാറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ മെറ്റീരിയൽ. നമുക്കറിയാം ഇത്തരത്തിൽ ചിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിപ്പ് ഒക്കെ ഉണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ മെറ്റീരിയൽ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മെഷീൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ കേളി ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ചിപ്പ് കിട്ടുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ചിപ്പിനെ ബ്രേക്ക് ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ളത് അല്ലെ, ചെറിയ സെഗ്മെന്റ് ആക്കി മാറ്റേണ്ടതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം നമുക്ക് എന്ത് മതി? ചിപ്പ് ബ്രേക്കർ മതി. അപ്പോൾ ചിപ്പ് ബ്രേക്കേഴ്സ് ആർ പ്രൈമലി യൂസ്ഡ് വിത്ത് സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ മെറ്റീരിയൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ മെറ്റീരിയൽ മെഷീൻ ചെയ്യുന്ന സമയത്താണ് കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ചിപ്പ് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യേണ്ടത്. സോ ചിപ്പ് ബ്രേക്കേഴ്സ് ആർ പ്രൈമലി യൂസ്ഡ് വിത്ത് സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ മെറ്റീരിയൽ. അപ്പോൾ MS അല്ലെങ്കിൽ കോപ്പർ, അലൂമിനിയം അങ്ങനെയൊക്കെയുള്ള ഡക്ടൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ചിപ്പ് കിട്ടുന്നുണ്ടാകും. സോ ബ്രിട്ടിൽ മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയൺ ഒക്കെ മെഷീൻ ചെയ്യുന്ന സമയത്ത് സെഗ്മെന്റഡ് ആയിട്ടുള്ള ചിപ്പുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. തരി പോലെയുള്ള ചിപ്പായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, external chip breakers are typically used for custom shaped cutting tool, preformed inserts, build up edge, secondary machining operation. External chip breakers are typically used with performed inserts ആണോ? യെസ്, പ്രീഫോംഡ് ആയിട്ടുള്ള ഇൻസേർട്ടുകൾക്കാണ് അല്ലെ. ഇത്തരത്തിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിപ്പ് ബ്രേക്കറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഫിക്സ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ടൂളിന് മുകളിലൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അത് പ്രീഫോംഡ് ആയിട്ടുള്ള ഇൻസേർട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ എക്സ്റ്റേണൽ ചിപ്പ് ബ്രേക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സാധാരണഗതിയിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ടൂള് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെറിയ ഗ്രൂവ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റേക്ക് വന്നിട്ട് ചെറിയൊരു ഡിപ്രഷനോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നമ്മൾ കൊടുക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ചിപ്പ് വന്ന് കട്ട് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിപ്പ് ബ്രേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള സാധനം നമ്മൾ അവിടെ ഫിക്സ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് ഈ പറയുന്ന പ്രീഫോംഡ് ആയിട്ടുള്ള ഇൻസേർട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ എക്സ്റ്റേണൽ ചിപ്പ് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യം ഇതാണ്, ഇഫ് ദ സ്പിൻഡിൽ സ്പീഡ് തന്നിട്ടുണ്ട് 200 RPM ആൻഡ് ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് തന്നിട്ടുണ്ട് 100 RPM, കട്ടിംഗ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസിക് കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്കറിയാം, ദാറ്റ് ഈസ് π/dn / 1000. അത്ര എന്താണ്? മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഏതൊന്ന് ചെയ്ത് നോക്കി, ഇത്ര എന്താ വീഴ? അപ്പൊ ഇവിടെ പൈക്ക് പറയാൻ നമുക്ക് 3.14 ഇൻറ്റു കറസ്പോണ്ടിങ് ഡി എന്ന് പറയുന്ന എല്ലാവരും ചെയ്ത് നോക്കി. 100 mm ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്? RPM, 200 RPM / 1000 അല്ലെ, 1000. ഓക്കെ ഫൈൻ. അപ്പോ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ. ഇപ്പൊ മൊത്തത്തിൽ 100 ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. ഇത്തരത്തിൽ
20 ഇൻറ്റു അല്ലെങ്കിൽ 31.4 ഇൻറ്റു 2 31.4 ഇൻറ്റു 2 ഏകദേശം 62.8 മീറ്റർ പെർ മിനിറ്റ്. സംശയമൊന്നുമില്ലല്ലോ അതിനകത്ത്, എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, സോ അത് ക്ലിയർ ആയി. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ബേസിക് ഇക്വേഷൻ ആണ്. സോ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.